അമേരിക്കയുടെ തൊട്ടടുത്ത് ഒരു രാജ്യം അക്ഷരാർത്ഥത്തിൽ കത്തിയെരിയുകയാണ്. വെടിയൊച്ചകളും സ്ഫോടനങ്ങളും തെരുവുകളെ ഭരിക്കുന്നു. ശരിക്കും എന്താണ് മെക്സിക്കോയിൽ സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നഗരങ്ങളെല്ലാം നിശ്ചലമായിരിക്കുന്നു. രാജ്യം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് സ്തംഭിച്ചു പോയതുപോലെ. എന്തുകൊണ്ടാണ് മെക്സിക്കോ ഇങ്ങനെയൊരവസ്ഥയിലേക്ക് എത്തിയത്? സാഹചര്യം വളരെ മോശമാണ്. സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കുന്നു. ഫ്ലൈറ്റുകളെല്ലാം റദ്ദാക്കി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തീവെപ്പും വെടിവെപ്പും നടക്കുന്നു. ഒരു ജനത മുഴുവൻ ഭയന്ന് വിറങ്ങലിച്ചു വീടിനകത്ത് കഴിയുകയാണ്. ഇത്രയും വലിയൊരു ദേശീയ പ്രതിസന്ധിക്ക് കാരണമെന്താണെന്നറിയാമോ? വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഒരൊറ്റയാളുടെ മരണം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആരായിരുന്നു അയാൾ? അയാളുടെ മരണത്തിന് ഒരു രാജ്യത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ എങ്ങനെ കഴിഞ്ഞു? അപ്പോ ഈ കാണുന്ന അക്രമങ്ങൾക്കെല്ലാം പിന്നിലുള്ള ആ കേന്ദ്രബിന്ദുവിലേക്ക് നമുക്ക് വരാം. ലോകം മുഴുവൻ പേടിച്ചിരുന്ന്, പക്ഷേ അധികമാരും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആ ഭൂതം, എൽ മെൻചോ. അയാളുടെ ശരിക്കുള്ള പേര് നെമേസിയോ റൂബൻ ഒസെഗ്വേര സെർവാന്റസ് എന്നൊക്കെയാണ്. പക്ഷെ അധോലോകം അയാളെ ഭയത്തോടെ വിളിച്ച പേരാണ് എൽ മെൻചോ. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്നു മാഫിയ, കാർട്ടൽ ദെ ഹാലിസ്കോ നുവേവ ഹെനറാഷ്യോൺ അഥവാ CJNGയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത തലവൻ. 135 കോടി രൂപ. ഇതായിരുന്നു അമേരിക്ക അയാളുടെ തലയ്ക്ക് മാത്രമിട്ട വില. കാരണം വളരെ ലളിതമാണ്. അമേരിക്കൻ തെരുവുകളിലേക്ക് ഒഴുകിയെത്തുന്ന മാരകമായ ലഹരിവസ്തുക്കളുടെയെല്ലാം ഉറവിടം എൽ മെൻചോയുടെ സാമ്രാജ്യമായിരുന്നു. നമ്മളെല്ലാം പാബ്ലോ എസ്കോബാറിനെയും എൽ ചാപ്പോയും കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നത് എൽ മെൻചോ അവരെക്കാളൊക്കെ എത്രയോ മടങ്ങ് ക്രൂരനും അപകടകാരിയുമായിരുന്നു എന്നാണ്. മയക്കുമരുന്ന് ലോകത്തെ ഒരു പുതിയ തലമുറയുടെ പ്രതിരൂപമായിരുന്നു അയാൾ. പക്ഷേ എൽ മെൻചോയെപ്പോലെ ഇത്രയും ഭീകരനായ ഒരാൾ എങ്ങനെയുണ്ടായി? അതിന് നമ്മൾ കുറച്ച് പുറകോട്ടു പോകണം, മെക്സിക്കോയുടെ ആ രക്തം പുരണ്ട ചരിത്രത്തിലേക്ക്. ഓരോ തവണ ഒരു രാജാവ് വീഴുമ്പോഴും ആ അധികാരശൂന്യത നികത്താൻ അതിലും ക്രൂരനായ മറ്റൊരാൾ ഉയർന്നുവരുന്നതിന്റെ ചരിത്രമാണത്. നോക്കൂ, 90കളിൽ പാബ്ലോ എസ്കോബാർ വീണു, കാലി കാർട്ടൽ തകർന്നു. ആ ഒരു ഗ്യാപ്പ് മെക്സിക്കൻ സംഘങ്ങൾ മുതലെടുത്തു. പിന്നെ നമ്മളെല്ലാം കേട്ട എൽ ചാപ്പോയെയും എൽ മായോയെയും പിടികൂടിയപ്പോ സിനലോവ കാർട്ടൽ ദുർബലമായി. ശരിക്കും ആ ഒരു ശൂന്യതയിലേക്കാണ് എൽ മെൻചോ ഒരു കൊടുങ്കാറ്റ് പോലെ വന്നുകയറിയത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓരോ വലിയ തലവൻ വീഴുമ്പോഴും അവിടെ ഒരു വാക്വം, ഒരു അധികാരശൂന്യതയുണ്ടാകുന്നു. ആ ശൂന്യത നികത്താൻ അതിലും ക്രൂരനായ അടുത്തയാൾ വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എൽ മെൻചോയുടെ ഈ സംഘം CJNG പഴയ കാർട്ടലുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നത്? എന്തുകൊണ്ടാണ് അവരെ ലോകം ഇത്രയധികം ഭയന്നത്? നമുക്ക് നോക്കാം. പഴയ കാർട്ടലുകളുടെ രീതി കൈക്കൂലി കൊടുക്കുക, രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുക എന്നൊക്കെയായിരുന്നു. പക്ഷേ CJNG അങ്ങനെയല്ല. അതൊരു പട്ടാളം പോലെയായിരുന്നു. അവർ മയക്കുമരുന്ന് കടത്തുന്നവർ മാത്രമല്ല, അതുണ്ടാക്കി ലോകം മുഴുവൻ വിൽക്കുന്ന ഒരു ഗ്ലോബൽ കമ്പനി പോലെയായി. അവരുടെ ഒരേയൊരു ഭാഷ അക്രമം മാത്രമായിരുന്നു. ഇതൊരു സാധാരണ ഗുണ്ടാസംഘമല്ല. ഒന്ന് ഓർക്കണം, 20,000-ലധികം ട്രെയിൻഡ് ഫൈറ്റർമാർ, റോക്കറ്റ് ലോഞ്ചറുകൾ, ബോംബ് വെച്ച ഡ്രോണുകൾ, പട്ടാളക്കാർ ഉപയോഗിക്കുന്ന കവചിത വാഹനങ്ങൾ. എന്തിന്? 2015-ൽ മെക്സിക്കൻ ആർമിയുടെ ഒരു ഹെലികോപ്റ്റർ തന്നെ ഇവർ വെടിവെച്ചിട്ടു. അപ്പോൾ ഊഹിക്കാമല്ലോ അവരുടെ ശക്തി. ഇവരുടെയൊക്കെ ശക്തി പണത്തിലാണ്. ഒരു വർഷത്തെ വരുമാനം എത്രയാണെന്നറിയാമോ? ഏകദേശം 1,00,000 കോടി രൂപ. കാനഡ മുതൽ ഓസ്ട്രേലിയ വരെ നീണ്ടുകിടക്കുന്ന ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു അത്. അപ്പോ ഇത്രയും ശക്തനായ ഒരു സൈന്യത്തെ വരെ വെല്ലുവിളിച്ച എൽ മെൻചോയുടെ അവസാനം എങ്ങനെയായിരുന്നു? ആ ഫൈനൽ ഓപ്പറേഷന്റെ കഥയിലേക്ക് പോകാം. മെക്സിക്കൻ നേവിയും അമേരിക്കയുടെ DEAയും ചേർന്നുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷൻ. തൽപാൽപ്പ എന്ന മലമ്പ്രദേശത്ത് വെച്ച് അവർ എൽ മെൻചോയെ വളഞ്ഞു. മണിക്കൂറുകളോളം നീണ്ട ഒരു ഭീകരമായ വെടിവെപ്പായിരുന്നു അത്. അവസാനം അയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. രക്ഷിക്കാൻ വേണ്ടി മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതായിരുന്നു അവസാനം. ഈ ഓപ്പറേഷന് പിന്നിൽ അമേരിക്കയുടെ വലിയൊരു പ്രഷറുണ്ടായിരുന്നു. കാരണം CJNGയെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കാൻ വരെ അമേരിക്ക ഒരുങ്ങിയിരുന്നു. അതോടെ മെക്സിക്കൻ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന അവസ്ഥ വന്നു. അപ്പോൾ രാജാവ് വീണു. ഇനിയെല്ലാം ശാന്തമാകുമോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ ദുരന്തം. എൽ മെൻചോയുടെ മരണത്തോടെ മെക്സിക്കോയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഒരുപക്ഷെ അത് കൂടുതൽ വഷളാകാൻ പോവുകയാണ്. എൽ മെൻചോ മരിച്ചതിനുശേഷം ഈ കാണുന്ന തീവെപ്പും വെടിവെപ്പുമൊന്നും വെറും പ്രതികാരമല്ല. അതൊരു സന്ദേശമാണ്.
സർക്കാരിനും ലോകത്തിനും അവർ കൊടുക്കുന്ന ഒരു ഭീകരമായ സന്ദേശം. ആ സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ ഞങ്ങളുടെ തലവനെ കൊന്നു, കൊള്ളാം, പക്ഷേ ഈ സംഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യം മുഴുവൻ ഞങ്ങൾ കത്തിക്കും. സർക്കാരിനെ പേടിപ്പിച്ച് നിർവീര്യമാക്കാനുള്ള അവരുടെ സ്ഥിരം അടവാണിത്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ കാർട്ടലുകൾ പ്രവർത്തിക്കുന്നത് ഒരാളെ മാത്രം ആശ്രയിച്ചല്ല. അതൊരു സിസ്റ്റമാണ്, ഒരു സമാന്തര ഗവൺമെന്റ് പോലെ. നേതാക്കന്മാർ വരും, പോകും, പക്ഷെ ആ സിസ്റ്റം അവിടെ തന്നെയുണ്ടാകും. ഇതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. രാജാവിനെ കൊന്നതുകൊണ്ട് സാമ്രാജ്യം ഇല്ലാതാവുന്നില്ല. ഒരു തല വെട്ടിയാൽ പകരം 10 തല മുളയ്ക്കുന്ന ഹൈഡ്രയെ പോലെയാണിത്. എൽമെൻചോ പോയി, പക്ഷെ ആ കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലഹരിയുടെ ഒഴുക്ക് അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്: നമ്മുടെ ശത്രു ഒരു വ്യക്തിയല്ല, മറിച്ചൊരു സിസ്റ്റമാകുമ്പോൾ ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റും? തലവന്മാരെ ഓരോരുത്തരെയായി കൊന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുമോ? ഇത് മെക്സിക്കോയ്ക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനുമുള്ളൊരു വലിയ ചോദ്യമാണ്.